നിക്ഷേപ സംഗമത്തിലെ വാഗ്ദാനങ്ങൾ ഉറപ്പിക്കാൻ തുടർ നടപടികളുമായി സംസ്ഥാന സർക്കാർ. നിക്ഷേപ വാഗ്ദാനങ്ങളുടെ അവലോകന യോഗം തിങ്കളാഴ്ച മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് ചേരും. കൊച്ചിയിൽ 24 ബിസിനസ് അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് വ്യവസായ മന്ത്രി പി രാജീവാണ് ഇക്കാര്യം അറിയിച്ചത്. കൊച്ചിയിൽ നടന്ന നിക്ഷേപ സംഗമത്തിൽ 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമെന്നായിരുന്നു സർക്കാർ വിലയിരുത്തൽ. അന്തിമ കണക്കുകൂട്ടലിൽ നിക്ഷേപ വാഗ്ദാനം 1,72,000 കോടിയായി. ഇനി വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ള ശ്രമമാണ് സർക്കാരിൻ്റേത്. ഇനി 3-ാം തീയതി തിങ്കളാഴ്ച മുഖ്യമന്ത്രി ഓർഗനൈസേഷൻസുമായിട്ടുള്ള ആശയവിനിമയമാണ്. CIA, FICCI, KSSIA. ഇനി നമ്മളെങ്ങനെ മുന്നോട്ട് പോകാം? അത് കഴിഞ്ഞാൽ 13-ാം തീയതി മന്ത്രിതല മീറ്റിംഗ് ആണ് വിവിധ വകുപ്പുകളുടെ. പിന്നെ ട്രേഡ് യൂണിയനുകളുടെ മീറ്റിംഗ്. മുഖ്യമന്ത്രി, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും. നിക്ഷേപ സംഗമത്തിലെ ഉറപ്പ് പ്രകാരം 50 കോടി രൂപ വരെയുള്ള സംരംഭം ആരംഭിച്ച് 3 മാസം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കാമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. ഇപ്പം 50 കോടിയാണെങ്കിലും യൂണിയൻ ഗവൺമെന്റ് 125 കോടിയായിട്ട് MSME ഡെഫിനിഷൻ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് 125 കോടി വരെ 3.5 വർഷം പ്രിൻസിപ്പൽ അപ്രൂവലിൽ പ്രവർത്തിക്കാൻ കഴിയും. 11 വിഭാഗങ്ങളിലായി സാമൂഹ്യ പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സംരംഭകരെ ചടങ്ങിൽ ആദരിച്ചു. ടൈപ്പ് 1 ഡയബറ്റീസ് ബാധിതരായ 500ഓളം കുട്ടികൾക്ക് 24 കണക്റ്റിന്റെ ഭാഗമായി CGM സിസ്റ്റം ഡിവൈസ് നൽകുന്ന കുഞ്ഞുമിഠായി പദ്ധതിയുടെ ഉദ്ഘാടനം ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ നിർവഹിച്ചു. AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ AV അനൂപ്, ഡെൻ കെയർ സ്ഥാപകൻ ജോൺ കുര്യാക്കോസ്, ഫ്ലവേഴ്സ് മാനേജിംഗ് ഡയറക്ടറും 24 ചീഫ് എഡിറ്ററുമായ R ശ്രീകണ്ഠൻ നായർ തുടങ്ങിയവർ സാന്നിധ്യം കൊണ്ട് ചടങ്ങിനെ സമ്പന്നമാക്കി. 24 കൊച്ചി.